ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ജഗന്നാഥ വർമ്മ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സഹനടനാണ്. അദ്ദേഹം മരിച്ചു. പോലീസ് റോളിലൊക്കെ അതിമനോഹരമായി തിളങ്ങുന്ന വളരെ കാർക്കശ്യക്കാരനായിട്ടുള്ള കുടുംബനാഥൻ്റെ അമ്മാവിൻ്റെ ഒക്കെ റോള് അതിമനോഹരമാക്കിയിട്ടുള്ള ആളാണ് ജഗന്നാഥ വർമ്മ. അദ്ദേഹത്തിൻ്റെ മകനാണ് മനുവർമ്മ. കുറച്ച് സിനിമകളിലും ഒരുപാട് സീരിയലിലും നമ്മൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടീനേജേഴ്സിൻ്റെ ഒക്കെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് മനുവർമ്മ ഒരു കനകച്ചിലങ്ക എന്ന് പറഞ്ഞൊരു നോവല് മംഗളം വാരികയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആമുഖമായിട്ട് അതിലെ നായകൻ്റെ ചിത്രത്തിന് പകരം അച്ചടിച്ചു വന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള പല ചിത്രങ്ങൾ. അന്നാണ് ശരിക്കും മനുവർമ്മ ആരാണ്, ജഗന്നാഥ വർമ്മയുടെ മകനാണ് എന്നൊക്കെയുള്ള ഒരു സംസാര വിഷയം അന്ന് നമ്മൾ അറിയുന്നതും ഉണ്ടാവുന്നതും. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സിന്ധു വർമ്മ, തലയണ മന്ത്രത്തിലെ ഉർവശിയോടൊപ്പം നിൽക്കുന്ന ഒരു ചെറിയ ബാലതാരം. അന്നത്തെ ബാലതാരമാണ് ഈ സിന്ധു വർമ്മ അല്ലെങ്കിൽ മനുവർമ്മയുടെ ഇന്നത്തെ ഭാര്യ എന്നുള്ളതൊക്കെ വളരെ കൗതുകത്തോടു കൂടിയാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. അവർക്ക് 3 കുട്ടികളുണ്ട്, അവർ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ സിന്ധു വർമ്മ അഭിനയ രംഗത്തേക്ക് വന്നു. അവർ പ്രശസ്തമായിട്ടുള്ള സീരിയൽ താരമായി. ഇപ്പോഴതാ കളങ്കാവലിലും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച് അവരൊരു സിനിമാ താരം വരെ എത്തി നിൽക്കുകയാണ്. അപ്പം ഇതുവരെ ഇവരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. എങ്കിലും ഒരു കല്ലുകടി പോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മനുവർമ്മ ഒരു നാവ് കുഴയുന്ന രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയും അതിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അടിയിൽ കമൻറ്റ് വരികയൊക്കെ ചെയ്തു. എന്തൊക്കെയായാലും ഇന്ന് മനുവർമ്മയുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഡിവോഴ്സാണ്. ചില കാര്യങ്ങൾ അദ്ദേഹം സ്വയം പറയുന്നുണ്ട്. അതായത് ഞാനൊരു മടിയനാണ്, എല്ലാത്തിനോടും ഒരു മടിയുള്ള ഒരു ക്യാരക്ടറാണ്. ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും നിലവിലൊരു 2 വർഷമായിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. ഒഫീഷ്യലി അതായിട്ടില്ല. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 2 ആൺകുട്ടികളാണ്. ഒരു ആൾ ITI എഞ്ചിനീയറാണ് അമേരിക്കയിൽ. 2ാമത്തെ മകൻ ബാംഗ്ലൂർ പഠിക്കുന്നു. 3ാമത്തത് ഒരു മകളാണ്, വൈകല്യമുള്ള മകളാണ്, സുഖമില്ലാത്ത കുട്ടിയാണ്. അതിലൊരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ലേഡി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് ഇനി ഒരു പാച്ചപ്പിന് സാധ്യതയുണ്ടോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾ കൂടിച്ചേരാൻ ഒരു സാധ്യതയില്ല. ചില ബന്ധങ്ങൾ നമ്മൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അകന്ന് പോവുക തന്നെ വേണം. അത് പരസ്പരം കൊത്തി തീർക്കാനോ കൊന്നു തീർക്കാനോ ഒന്നും നിൽക്കരുത് എന്നുള്ള രീതിയിലൊക്കെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സിന്ധുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ, സിന്ധുവും മനുവർമ്മയും കൂടിയിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ ആ കുഞ്ഞിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. 2 വലിയ ചേട്ടന്മാർക്ക് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് 3ാമതൊരു പെൺകുട്ടി ഉണ്ടാകുന്നത്. ആ പെൺകുട്ടി തീരെ വയ്യാത്ത കുട്ടിയാണെന്ന് അറിയുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ ഭാരവും പോകുന്നത് അമ്മയുടെ നേർക്കഞ്ഞിയാണ്. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 വയസ്സ് വരെ ആ സിന്ധു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ ഒരു അടച്ചിട്ട മുറിയിൽ ഈ കുഞ്ഞിനോടൊപ്പം പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. വൈകുന്നേരമായ അച്ഛനും മക്കളും വരുമ്പോൾ എന്നെ വന്ന് കാണും. അവർ ആ റൂമിൻ്റെ ഉള്ളിൽ മകളെ ശുശ്രൂഷിച്ച് ഒരു 3 കൊല്ലം ഡിപ്രഷനായി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് അവരുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനായ ജഗന്നാഥ വർമ്മ, നീ ഇതിന്നൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകണം, പുറത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ നിനക്ക് വല്ലാത്ത ട്രോമയായിട്ട് മാറുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് പ്രകാരം അവരൊരു ടീച്ചറായിട്ട് കുറച്ച് നാൾ സ്കൂളിൽ പോകണു. അങ്ങനെയൊക്കെയാണ് അവർ പുറം ലോകവുമായിട്ട് ഒരു കണക്ഷൻ തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആദ്യത്തെ 2 ആൺകുട്ടികൾ നോർമലായിട്ടുള്ള കുട്ടികളാണ്. അപ്പോഴൊക്കെ അവരുടെ കുടുംബജീവിതം വളരെ ഭംഗിയായിരുന്നു. ആ 2 നോർമലായിട്ടുള്ള കുട്ടികൾ വലുതായി ഒരുവിധം പ്രായമായി, ഇനി കുട്ടികൾ വേണ്ട എന്ന് തോന്നുന്ന ഏജ് പോലുമായിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്. അതാണെങ്കിൽ തീരാവേദന പോലെ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാരം മുഴുവനും ഈ സിന്ധുവിൻ്റെ വാക്കുകളിൽ ആ സിന്ധുവിൻ്റെ തലയിലാണ്. അതൊരിക്കലും ഭർത്താവും ഞാനും കൂടിയാണ് ആ 3 വർഷം എന്ന് പറയുന്നില്ല, അവർ തന്നെയാണ്. അപ്പോൾ ആ വയ്യാത്ത കുട്ടി ഉണ്ടായി പിന്നെ അവരുടെ ദാമ്പത്യത്തിൽ ചെറിയ കല്ലുകടി അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ടാവും. അവർ തന്നെ പറയുന്നുണ്ട്, ആ കുട്ടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ ഞങ്ങളുടെ ജീവിതം അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു ഇതേ മാറി, ഞങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞു എന്ന് അമ്മ തന്നെ, സിന്ധു തന്നെ സമ്മതിക്കുന്നുണ്ട്. 2 മിടുക്കരായ ആൺകുട്ടികൾക്ക് ശേഷം ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിയുടെ ദിനചര്യയും ഇവരുടെ അതുവരെയുള്ള ആ ലൈഫിൻ്റെ താളവും ഒക്കെ മാറുകയാണ്. അവരൊരു 3 വർഷം ആ കുട്ടിക്ക് വേണ്ടി അവളെ ശുശ്രൂഷിച്ച് വലിയ തലയൊക്കെ ആയിട്ട് ജനിച്ചു വീണ കുട്ടി അതിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കലും അങ്ങനെ നോർമലായിട്ടുള്ള തലയായിട്ട് മാറി. എങ്കിൽ പോലും ആ കുട്ടി ഇപ്പോഴും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വീൽ ചെയറിൽ കഴിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്മയുടെ തലയിലേക്ക് മാത്രം ആ കുട്ടിയുടെ ഭാരം വരുന്നു.
അതിൽ തന്നെ അവർ മെൻ്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഉപദേശപ്രകാരം അവർ പതിയെ പതിയെ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നു. ചെറിയ ചെറിയ സീരിയൽ വർക്കുകൾ. അപ്പോഴേക്കും കുട്ടിയെ അവർ ഒരു നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു. അവർ പുറത്ത് പോയി സീരിയലിൽ അഭിനയിക്കുന്നു. അപ്പോഴൊക്കെ മനുവർമ്മ എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അയാൾ ഓൾറെഡി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാനൊരു മടിയനാണ്, എൻ്റെ ഒരു മടി കാരണം എല്ലാത്തിനോടും ഒരു മടി. മാത്രമല്ല അയാളുടെ ഒരു മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം മദ്യപിച്ചിരുന്നു. അപ്പോൾ മദ്യപാനം, മടി, ഈ കുട്ടി ഉണ്ടായതിൽ പിന്നെ ഇവരുടെ ദാമ്പത്യത്തിലുണ്ടായ അകൽച്ച, ഭാര്യ സീരിയൽ നടിയായി മാറിപ്പോയി. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു സീരിയൽ നടി എന്ന് പറയുമ്പോൾ രാവിലെ അവർ പോവും, പിന്നെ ചിലപ്പോൾ രാത്രി 12 മണി അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കുള്ള അവർ മെയിൻ റോളാണ് സീരിയലുകളിലൊക്കെ. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് കയറി വരുന്ന ഭാര്യ, 2 മക്കൾ അകലെ, ഒരു വയ്യാത്ത കുട്ടിയെ നോക്കാനായിട്ട് അവരൊരു മെയ്ഡിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള ആ ഒരു സന്തോഷം, അവർ തമ്മിലുള്ള കെമിസ്ട്രി, അതൊന്നും അവിടെ വർക്കൗട്ട് ആവുന്നില്ല. അവർ അകന്നകന്ന് പോവാണ്. ഭാര്യ ജോലിയുടെ ഭാഗമായിട്ട് അകലുമ്പോൾ ഇയാൾ മദ്യത്തിൽ അഭയം തേടുന്നു. ചെറിയ രീതിയിലൊക്കെ ഭാര്യയുമായിട്ട് സ്വാരസ്യങ്ങൾ, അപ്പോൾ അത് വാക്കുകളിലൂടെ പ്രകടനമാവുന്നു. പിന്നെ ഒരു കയ്യാങ്കളിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പരസ്പരം ബഹുമാനത്തോടു കൂടി പിരിയാൻ തീരുമാനിക്കുകയാണ്. ഈ നമ്മളിങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളിൽ കിടന്ന് കടിച്ചു കീറിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിൽ വൈഫും ഹസ്ബൻഡും തീർത്തും പിരിയുന്നു. സ്വാഭാവികമായിട്ടും മകളുടെ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുത്തിട്ടുണ്ടാവാം. മക്കൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യത്തെ വലിയ ആൺകുട്ടികൾ അവർ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെയും മാറി മാറി നിൽക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും ഒരു കുടുംബജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് വന്ന വഴിയിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ചൈൽഡ്, അതുകൂടാതെ മദ്യപാനശീലം, ഭാര്യ തൊഴിലിന് പോവുകയും തനിക്ക് പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഇല്ലാതെ വീടിൻ്റെ ഉള്ളിൽ മടിയനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഐഡിയലായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞില്ലേ, ആൻ ഐഡിയൽ മൈൻഡ് ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് ഡെവിൾ എന്ന് പറയുന്ന പോലെ അയാളുടെ മനസ്സിൽ പല രീതിയിലുമുള്ള ചിന്തകൾ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഭാര്യയ്ക്കാണെങ്കിൽ താൻ തൊഴിലെടുത്തിട്ടാണ് ഈ വീട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അങ്ങനെ കോംപ്ലക്സുകൾ തമ്മിലുള്ളൊരു പ്രത്യേക അവസ്ഥകളിലാണ് അവർ പിരിയാൻ തീരുമാനിക്കുന്നത്. എന്തായാലും അവർ ഭംഗിയായിട്ട് തന്നെ കോർട്ടിൽ മീറ്റ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം, എങ്കിലും അയാൾ പറയുന്നുണ്ട് ഈ കോടതിയിലൊക്കെ ഭാര്യയും ഭർത്താവും അത്ര സ്നേഹത്തിലായിട്ടായിരിക്കില്ലല്ലോ ആരും പിരിയണത്. അപ്പോൾ കോടതിയിൽ അവർ പരസ്പരം അലിഗേഷൻ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പലതരം അലിഗേഷൻ ഉന്നയിച്ചാലാണ് അവരുടെ ആ ഒരു എയിമായിട്ടുള്ള ഡിവോഴ്സ് അവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു, ഞങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നു, ഏത് കോടതിയിൽ ആരും പറയില്ല. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അതിമനോഹരിയായിട്ടുള്ള സ്ത്രീ, അവർ നല്ല സ്വഭാവക്കാരിയാണ്, ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു എന്നാരും ഒരിക്കലും ആ കോർട്ടിൽ ചെന്ന് എൻ്റെ അടുത്ത് പറയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികളുടെ ഇടയിലുണ്ടായിട്ടുള്ള ഈ ഒരു വിവാഹമോചിതരാണ്, ഞങ്ങൾ 2 വർഷമായി പിരിഞ്ഞ് താമസിക്കുകയാണെന്ന് പറയാനായിട്ട് അയാൾ കാണിച്ചൊരു ധൈര്യം. ആ ഇൻ്റർവ്യൂവിലുടനീളമായുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തീരെ പറ്റാത്ത ഒരവസ്ഥയിൽ പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്യാൻ നിന്നില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട കലകളും കഥകളിയും അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ വൈഫിൻ്റെ അഭിനയം, അവർ സിനിമാ മേഖലയിൽ വരെ എത്തി നിൽക്കുന്നു. അവരുടെ ആ ഒരു ഓരോ ചവിട്ടുപടികളിലും അവരുടെ 3 കുട്ടികളും അവരുടെ കൂടെ ഉണ്ട്. 2 വലിയ ആൺകുട്ടികൾക്ക് ഇനി അച്ഛൻ്റെ അമ്മയുടെയും എപ്പോഴും ഉള്ള മടിയിലിരുന്ന് ലാളിക്കലൊന്നും വേണ്ട. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺസായി അവരവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യണു, ഇനി അവരുടെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യണു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി മാത്രമാണ് ഇവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നുള്ളൂ, ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു. അപ്പോൾ ഇങ്ങനെ സൈലൻ്റ് ഡിവോഴ്സ്, ഇപ്പോൾ ഇവർ ഈ ഒഫീഷ്യലായിട്ട് ഇത് പറയുന്നതിന് മുമ്പേ, അതായത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് 2 വർഷമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന് മുമ്പേയും ഒരു 5-6 വർഷം അവരുടെ ആ ഒരു ഡിവോഴ്സിലേക്ക് വന്നൊരു സമയമുണ്ട്. നമ്മൾ പറയുക അതിനെ സൈലൻ്റ് ഡിവോഴ്സ്. പരസ്പരം ഇമോഷൻസ് ഒന്നും ഷെയർ ചെയ്യാതെ, ഒരു റൂമിൽ കിടക്കാതെ, പരസ്പരം കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാതെ, 2 പേരും 2 ലോകത്തേക്ക് തെന്നി മാറി അകന്നകന്നകന്ന് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ ഡിവോഴ്സിന് മുമ്പേ ഒരു 1-2 വർഷക്കാലം ശരിക്കും പറഞ്ഞാൽ അവർ സൈലൻ്റ് ഡിവോഴ്സിലാണ്. അവരുടെ ആ ഇമോഷണലി അവർ ഡിവോഴ്സ്ഡായി. അവർക്ക് അവരുടെ ഇടയിൽ വേറെ അവരെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഘടകങ്ങളൊന്നും ഇല്ലാതെയായി. പ്രധാനമായിട്ട് അവരുടെ ഏജിൽ ഡിഫറൻസ് വന്നു. ആ പണ്ടത്തെ മധുവിധു കാലം അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അവർ 2 പേരും
അത്രയും ബോണ്ടിങ് ആയിട്ട് ജീവിച്ച ഒരു കാലഘട്ടമൊന്നുമല്ല. ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഭാര്യ ഒറ്റപ്പെടൽ അനുഭവിച്ചു, ഡിപ്രഷൻ അനുഭവിച്ചു. ഒരു വയ്യാത്ത കുട്ടിയെയും കൊണ്ട് അത് എൻ്റെ ഭാരം പോലെ ഒരു 3 വർഷം കൊണ്ട് നടന്നു. അപ്പോഴൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്നൊരു ഈർഷ്യയുണ്ട്. അതായത് തൻ്റെ കൂടെ തൻ്റെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ പങ്കാളി വേണ്ടത്ര തയ്യാറാവുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റാണ്, ഓൾറെഡി ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അയാൾക്കുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട രീതിയിൽ ജോലി ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദുശീലങ്ങൾ അദ്ദേഹത്തിന് വന്നു. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാതെ ഇപ്പം തന്നെ അവിടെ ഒരു സൈലൻറ്റ് ഡിവോഴ്സ് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ അവർ 1 വർഷം കൂടി തള്ളി നീക്കി. വയ്യ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരുടെ ആ തൊഴിലും കുഞ്ഞുമായിട്ട് പുറത്തു പോയി. ഇല്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയുണ്ട് ഇവിടെ എന്നുള്ള രീതിയിൽ അയാൾ. പിന്നെ മക്കളൊക്കെ അയാളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയിക്കൊണ്ടിരിക്കും, 2 പാരൻസിൻ്റെയും കൂടെ. ഇതൊക്കെ എല്ലായിടത്തും. ഇനിയിപ്പോൾ ചിലപ്പോൾ അവർ 2 പേരും പുനർവിവാഹിതരാവാം. ഇതൊക്കെ അപ് ടു ദെയർ പേഴ്സണൽ ഡിസിഷൻ എന്നുള്ളതാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനത്തിനനുസരിച്ച്. എന്തായാലും നമ്മളുടെ ഈ സെലിബ്രിറ്റികളുടെ ഇടയിൽ മാത്രം സംഭവിക്കുമ്പോൾ ഇത് നമ്മൾ ഒരു വലിയ വാർത്തയായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു 10 ഇപ്പോൾ സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്രയും വർഷമായി, വലിയ പിള്ളേരായി, അപ്പോൾ ഒരു ഡിവോഴ്സിനുള്ള സാധ്യതയൊക്കെ അവിടെ ഇല്ലാതെയാവും. സ്വാഭാവികമായിട്ട് ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള നിമിഷങ്ങളായിരിക്കും പിന്നെ ആ വീട്ടിലുണ്ടാവുക. അപ്പോഴൊക്കെയാണ് ഈ എക്സ്ട്രീമിലാണ് പരസ്പരം അവർ കൊല്ലുന്നതും മുറിവേൽപ്പിക്കുന്നതും ഒക്കെ. കാരണം ഒരു ഡിവോഴ്സിലേക്ക് പോകാനുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, വലിയ പിള്ളേരായി, ഇനിയിപ്പോൾ എന്താ ഡിവോഴ്സ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയാൽ തന്നെ ഞാൻ എങ്ങനെ പിള്ളേരെ നോക്കും, ഇത്രയും വലിയ പിള്ളേരായില്ലേ. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഭർത്താവിൻ്റെ കയ്യിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സ്ത്രീ പുറത്ത് പോയിട്ട് പ്രത്യേകിച്ച് വിശേഷമല്ലേ, വീട് നഷ്ടപ്പെടുന്നു, കുട്ടികൾ ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ അഭയം തേടും. അപ്പോഴൊക്കെ അവർ ഒറ്റപ്പെട്ടു പോവും. പിന്നെ അവർക്ക് അവരുടെ വീട്ടുകാരുടെ ഒരു അക്സെപ്റ്റൻസും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ സാധാരണ നമ്മളുടെ ഇടയിൽ ഒരുപാട് സ്ത്രീകൾ ക്ഷമിച്ച് പോവാം, എന്തെങ്കിലും ആവട്ടെ, പിള്ളേർ വലുതായില്ല, ഇനിയിപ്പോൾ എങ്ങനെ ഡിവോഴ്സ്, മരണം വരെ അവർ പരസ്പരം കടിച്ചു കീറി ഒരു റൂമിൽ കിടക്കുന്നുണ്ടെങ്കിലും പോയിസണസ് ആയിട്ടുള്ള ദാമ്പത്യത്തിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാന ട്വിസ്റ്റ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.